നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ തണുത്ത് നിൽക്കുക. തണുത്ത് ഇലയൊക്കെ വിളഞ്ഞ് നമുക്ക് ഒരു ഹെയർ പാക്ക് ചെയ്യാം. ഇനി കട്ട് ചെയ്ത് കൊടുത്താലേ കിളരത്തുള്ളൂ. നമുക്ക് കയ്യുന്നിയുണ്ട്, നീലാമ്പരിയുണ്ട്. ഇതിൻ്റെ ഇല അരച്ച് ചേർക്കാം. എണ്ണ കാച്ചാൻ നല്ലതാണ്. നമ്മുടെ അരിവേപ്പ്, നീലാമ്പരിയുടെ മണ്ടയില കട്ട് ചെയ്തെടുത്ത് അങ്ങനെ നമ്മൾ അതിന് ശേഷം നമുക്ക് കറ്റാർ വാഴ എടുക്കാം. കറ്റാർ വാഴയുടെ ലീഫ് കട്ട് ചെയ്തെടുക്കാം. കറ്റാർ വാഴയുടെ ലീഫ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ ഒരു മഞ്ഞ പാട പോലെ വരും. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം കറ്റാർ വാഴ ഉപയോഗിക്കാൻ. ഇഞ്ചി എടുക്കാം. പണ്ട് കുഴിച്ചിട്ടിരുന്നത് തീരെ കുറവാണ്, ചെറിയ ഇഞ്ചിയോ കിട്ടിയുള്ളൂ. ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളിയും എടുത്ത് പൊളിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, കറ്റാർ വാഴ ജെല്ല്, കറിവേപ്പില, കയ്യൂന്നി, ആര്യവേപ്പ്, നീലാമ്പരി ഇല, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് തലേന്ന് കഞ്ഞോളം ഉണ്ടെങ്കിൽ ഉപ്പിടാതെ വെച്ച കഞ്ഞോളം ചേർക്കുന്നത് നല്ലതായിരിക്കും. ചെമ്പരത്തിയിലയും ചേർക്കാം. ചെല്ലുള്ളെല്ലാം എടുത്തിട്ട് പനിക്കൂർക്കയുടെ ഇലയും നമുക്കിത് ചേർക്കണം. പനിക്കൂർക്കയുടെ ഇല ചേർക്കുന്നത് വളരെ നല്ലതാണ്, ജലദോഷം വരത്തില്ല. ഇതെല്ലാം ഇലയെല്ലാം നമുക്കിനി പൊഴിച്ചിടാം അരച്ചെടുക്കാൻ വേണ്ടി. കല്ലിൻ്റെ തലയിൽ തേക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്തത്. താരനുണ്ട് കുഞ്ഞിൻ്റെ തലയിൽ. കയ്യൂന്നിയുടെ ഇല മുതൽ വേര് വരെ എല്ലാം എടുക്കാവുന്ന കേട്ടോ. തണ്ടും ഇലയും വേരും എല്ലാം നല്ലതാണ്. നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരയ്ക്കണം. അത് വെച്ച് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോന്നോരോന്ന്. കറിവേപ്പില എടുത്ത് നമ്മളെ വീട്ടിലെ സ്വന്തം കറിവേപ്പില കേട്ടോ. നല്ല മണമുണ്ട് കറിവേപ്പിലേക്ക് ഇല പൊഴിക്കുമ്പോൾ. എണ്ണ കാച്ചാനൊക്കെ നല്ലതായത്. എന്നിട്ട് എണ്ണ കാച്ചി തേക്കുന്നത് നല്ലതായിരിക്കും. ആഴ്ചയിൽ മാസത്തിൽ 1-2 തവണ ഹെയർ പാക്ക് ഇങ്ങനെ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുടിക്ക് നല്ല ഉള്ളും കെട്ടും, പൊഴിച്ചിൽ കുറയും. അങ്ങനെ പ്രായഭേദമൊന്നുമില്ല. മുടി കറുക്കാനും സഹായിക്കും. അവർ നല്ല കറുപ്പ് കിട്ടും. നീലാമ്പരി പറഞ്ഞു പോകുമ്പോൾ കറ്റാർ വാഴ ജെല്ലും എല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുക്കാം. ചെറുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി പീസ് ചെയ്തെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ ഇതെല്ലാം കൂടി ഇട്ട്, ഇഞ്ചി എത്ര ഒന്നിച്ച് പോകത്തില്ല, പീസാക്കണം. നമുക്ക് എല്ലാം കൂടി ഇട്ട് കഞ്ഞോളം ഇല്ലാത്തോട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് നമ്മൾ 2 അടി ഈ അരച്ചെടുത്ത് നമുക്ക് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കുന്നത് നല്ല തലയിൽ തേക്കുമ്പോൾ തലയിൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അരിച്ച് നല്ല കണക്ക് വരും. ഇതിലേക്ക് എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണയോട് ചേർത്ത് തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ വെച്ച് മുക്കി
ഇതാണ് സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അരച്ച് തീരാറായി. നമുക്കിവിടെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും അരച്ചെടുത്തിട്ടുണ്ടാവും. അരച്ച് തീർത്തതെല്ലാം എടുത്ത് വെളിച്ചെണ്ണയോട് ചേർത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണയുടെ അത് ഒഴിക്കുമ്പോൾ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് 5 മിനിറ്റ് വെച്ചിട്ട് തല തേച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയണം. രാവിലെയോ വെയിലുദിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ശേഷമോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് കല്ലുൻ്റെ തല തേച്ച് കൊടുക്കാം. മുടി മൊത്തം കെട്ട് വീണ് കിടക്കുന്ന മുടിയാണ്. തല തേച്ച ദേഹത്ത് വീണ എൻ്റെ സീനായി. പള്ളു പറഞ്ഞു പോയി, ഉടുപ്പ് മാറി വരിക. അങ്ങനെ വേണ്ട ദേഹത്ത് വീണ്ടും തിരിഞ്ഞവള് പൂരി വന്ന് ഒരു പണിയായി അടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുത്തുന്നത് തല തേച്ച് പിടിപ്പിച്ച് ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഇതാണ് അങ്ങനെ ഫൈനൽ ലുക്ക് തേച്ച് പിടിപ്പിച്ചിരുന്നത്. നല്ല ചുരുണ്ട മുടിയാണ്. പേളിമാണി, ജൂനിയർ പേളിമാണി നമ്മൾ വിളിക്കുന്ന കല്ലുവിനിപ്പോൾ. എല്ലാം കേട്ടോ എന്തോ അടച്ചു പിടിക്കുമല്ലോ. കല്ലിൻ്റെ തലയിൽ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം താരൻ്റെ ശല്യം കുറവായിരുന്നു. ഇപ്പോൾ കുറേ കാലമായി ഞങ്ങൾ ചെയ്തിട്ട്. എന്ന് വെച്ചാൽ നീലാമ്പരി ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്.